ഇവിടെ മോന് ഭക്ഷണം കഴിക്കാൻ ഭയങ്കര മടിയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ആവശ്യമുള്ളതൊന്നും അവൻ്റെ ശരീരത്തിൽ കിട്ടാറില്ല. അപ്പം അങ്ങനെയാണ് ഞാൻ ഇത് ഉണ്ടാക്കി കൊടുക്കൽ തുടങ്ങിയത് കേട്ടോ. എല്ലാവർക്കും നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സംഭവമാണ്. നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്ന് നമ്മൾ നട്ട്സ് പൗഡർ ഉണ്ടാക്കുന്നത്. ആദ്യം തന്നെ ഞാൻ 1/2 കപ്പ് ബദാമും 1/2 കപ്പ് വാൽനട്ടും എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഒരു 2 മിനിറ്റ് ചെയ്താൽ മതി കേട്ടോ. ഒരു അയണിൻ്റെ ഒരു പാനൊക്കെ ആണെങ്കിൽ അതാണ് കുറച്ചുകൂടെ നന്നാവുക. അപ്പോൾ 2 മിനിറ്റ് റോസ്റ്റ് ചെയ്തെടുത്തതിന് ശേഷം ഞാനതെടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ ഏകദേശം ഒരു 1/2 കപ്പിൻ്റെ അടുത്ത് തന്നെ പിസ്ത എടുത്തിട്ടുണ്ട്, 1/2 കപ്പ് അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. ഇതിലുള്ള അളവുകളെല്ലാം നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം വരുത്തുകയൊക്കെ ചെയ്യാം, ഒരു കുഴപ്പമില്ല. മക്കളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഫ്ലേവർ എന്തെങ്കിലും കൂട്ടി കൊടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് 2 മിനിറ്റ് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചേർക്കുന്ന പീനട്ടാണ്. ഇതൊരിക്കലും കൂടി പോരുത്, കാരണം ഇതിൻ്റെ ടേസ്റ്റ് മുന്നിട്ട് നിൽക്കും. അതുകൊണ്ട് നമ്മളൊരു 1/4 കപ്പ് മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ അത് നമുക്കൊരു 2 മിനിറ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇതിങ്ങനെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് 6 മാസത്തിന് മേലെ ഇരിക്കും കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 1/2 കപ്പിൻ്റെ അടുത്ത് തന്നെ പംകിൻ സീഡ് ഉണ്ടല്ലോ, മത്തൻ്റെ സീഡ്, അത് ചേർത്ത് കൊടുക്കുക. പിന്നെ ഞാൻ എടുത്തത് ഫ്ലാക്സ് സീഡാണ്. ഇതും ഏകദേശം ഒരു 1/2 കപ്പിൻ്റെ അടുത്ത് എടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ചേർക്കുന്നത് ചിയാ സീഡാണ്. അത് ഞാൻ 2 ടേബിൾ സ്പൂൺ എടുത്തുള്ളൂ. ചിയാ സീഡ് കൂടുതൽ ചേർക്കണ്ട. ഇതെല്ലാം നല്ല ഫൈബർ കണ്ടൻറ്റ് ഉള്ളതാണ് കേട്ടോ. അപ്പോൾ കുട്ടികൾക്ക് എന്തെങ്കിലും ഈ വയറ്റിൽ നിന്ന് പോകാൻ ബുദ്ധിമുട്ട് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ നല്ലതാണിത്. അപ്പോൾ ഇതെല്ലാം ഞാൻ റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം ഒന്ന് പൊടിച്ചെടുക്കണം. അതിന് മുമ്പായിട്ട് ഇതിൻ്റെ ചൂട് നന്നായിട്ട് പോയിട്ടുണ്ടാവും കേട്ടോ. അതിന് ശേഷം പൊടിച്ചെടുക്കാൻ പാടുള്ളൂ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ സീഡ് മാത്രമായിട്ട് പൊടിച്ചെടുക്കുന്നുണ്ട്. ഇവിടെ മോനിക്ക് ഭക്ഷണം കഴിക്കാൻ ഭയങ്കര മടിയാണ്, ഹെൽത്ത് ഇഷ്യൂസ് ഒരുപാടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഒരു 6 മാസത്തോളമായിട്ട് ഇങ്ങനെ കൊടുക്കുന്നത്. അപ്പോൾ സീഡ്സൊക്കെ നമ്മൾ ആദ്യം പൊടിച്ചെടുത്തിട്ടുണ്ട്. പൊടിക്കുമ്പോൾ പൾസ് മോഡിൽ ഇട്ടിട്ട് മാത്രം പൊടിച്ചെടുക്കുക. നിർത്തിയിട്ട് വേണം എല്ലാം പൊടിച്ചെടുക്കാനായിട്ട്. അപ്പോൾ അത് പൊടിച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് നട്ട്സ് പകുതി ചേർത്ത് കൊടുക്കുക. 2 ബാച്ചായിട്ടാണ് പൊടിച്ചെടുക്കുന്നത്. നല്ലൊരു ഫ്ലേവർ കിട്ടാനായിട്ട് 4 ഏലക്ക ചേർക്കുന്നുണ്ട്. അപ്പോൾ ഏലക്ക അത്യാവശ്യം വലുപ്പമുള്ള ഏലക്കയാണ് കേട്ടോ. ഒരു 6 എണ്ണം എടുത്താലും കുഴപ്പമൊന്നുമില്ല. അതിൻ്റെ കുരു മാത്രം മതി, തൊലി നമ്മൾ എടുക്കണ്ട. ഇത് നമുക്ക് കുട്ടികൾക്ക് 1 വയസ്സ് മുതലുള്ള കുട്ടികൾക്ക് കൊടുക്കാം കേട്ടോ. പക്ഷെ കൊടുക്കുന്നതിന് മുമ്പായിട്ട് എല്ലാ നട്ട്സും അവർക്ക് അലർജി ഇല്ലാത്തതാണെന്ന് ഉറപ്പ് വരുത്തിയിട്ട് മാത്രം കൊടുത്തു തുടങ്ങുക. ഇനി ഇത് നമുക്കൊന്ന് പൾസ് മോഡിൽ ഇട്ടിട്ട് മിക്സി ചൂടാവാതെ വേണം പൊടിച്ചെടുക്കാൻ. ഒരുപാട് പൊടിയേണ്ട ആവശ്യമൊന്നുമില്ല. ചെറിയ തരികളോടെ തന്നെ ഞാൻ പൊടിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാം ഞാൻ 2-3 ബാച്ചായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇത് അരിച്ചെടുക്കുക അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല, കാരണം ഞാനിത് ഡയറക്റ്റ് പാലിലിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടല്ല. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് പാൻ കേക്ക് ഉണ്ടാക്കുമ്പോൾ അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം, ഓട്സ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ അതിൽ ചേർത്ത് കൊടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള സംഭവങ്ങളിലൊക്കെ നമുക്കിത് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ഒരു ചില്ല് കുപ്പിയിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണ് ഞാൻ സാധാരണ ചെയ്യാറുള്ളത്. ഇത് 2 കുപ്പിയിലുണ്ട് കേട്ടോ. അത്യാവശ്യം വലിപ്പമുള്ള ഒരു ബോട്ടിലും ഉണ്ട്, പിന്നെ അതേപോലെ തന്നെ ചെറിയൊരു ബോട്ടിലും കിട്ടിയിട്ടുണ്ട്. ഇത്രയും ക്വാണ്ടിറ്റി വേണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചെടുത്താൽ മതി. അപ്പോൾ ഇനി നമ്മളിത് എങ്ങനെ ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. ഞാൻ സാധാരണയായിട്ട് രാത്രിക്കാണ് ഇത് കൊടുക്കാറുള്ളത്. അപ്പോൾ 1 കപ്പ് പാല് ഞാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു 2.5 ടീസ്പൂൺ ഈ പൊടി ചേർത്ത് കൊടുക്കുകയാണ്. അളവൊക്കെ നിങ്ങൾക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഇനി ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് കുറുക്കിയെടുത്താൽ മതി. അപ്പോൾ നല്ല രുചി ഉണ്ടാവും കഴിക്കാൻ. ഒരു ബദാം മിൽക്കൊക്കെ കഴിക്കുന്ന ആ ഒരു രുചി ഉണ്ടാവും ഏകദേശം. അപ്പോൾ ഇതിലേക്ക് ഞാൻ മധുരമൊന്നും ചേർക്കുന്നില്ല. അപ്പോൾ കുട്ടികൾ മധുരം ചേർക്കാതെ കുടിക്കുന്നതാണെങ്കിൽ മാത്രം ഇങ്ങനെ കൊടുക്കുക, അല്ലെങ്കിൽ ഇത്തിരി മധുരം ചേർത്തിട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇതാണ് ഞാൻ സ്ഥിരമായിട്ട് ചെയ്യാറുള്ളത് കേട്ടോ. മോൾക്കും മോനിക്കും ഒക്കെ ഞാൻ കൊടുക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ധ്യാൻസ് കണ്ണൂർ കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്യാം. ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ പേജ് ഫോളോ ചെയ്യണേ. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്